ഒരു ചെറിയ ചെക്കിങ് മതി നമ്മളുടെ ലൈഫും കാറിൻ്റെ ലൈഫും ഒരുപോലെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഡ്രൈവ് ചെയ്യുന്നവരും പുതിയതായി ഡ്രൈവിംഗ് പഠിക്കുന്നവരും മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഫ്രീ ടൈം ട്രാവലേഴ്സ് നിങ്ങളോട് പറയുന്നത്. നമ്മളൊരു ദൂരയാത്ര പോകുന്നതിന് മുന്നോ അല്ലെങ്കിൽ വാഹനം എടുക്കുന്നതിന് മുന്നോ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കണം ഒരു വണ്ടിയിൽ. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഒന്നാമത്തും അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു വണ്ടിയുടെ ടയർ കണ്ടീഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നുള്ള. ത്രെഡ് എന്ന് പറയുന്നത് ഈ ത്രെഡ് ഇതിപ്പോൾ അത്യാവശ്യം നല്ല പുതിയ ടയർ ആയതുകൊണ്ട് തന്നെ ത്രെഡ് നല്ലോണം ഉണ്ട്. ചിലതാണ് തേയ്മാനം വന്നിട്ട് ഈ ത്രെഡ് നമുക്ക് കാണാൻ പറ്റാത്ത സിറ്റുവേഷനിൽ വരും. അപ്പം അങ്ങനെയുള്ള വണ്ടികളിൽ ടയർ വെച്ചിട്ട് നിങ്ങളൊരു ലോങ് യാത്ര പോകാൻ ഒരിക്കലും മുതിരരുത്. അതുപോലെ തന്നെ പ്രഷറും, ഈ ടയർ പ്രഷർ കുറവാണെങ്കിലും ത്രെഡ് കുറവാണെങ്കിലും സംഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ലിപ്പായിട്ട് ബ്രേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ മൈലേജ് കുറയാം, ആക്സിഡൻറ്റുകൾ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത. കാരണം അഥവാ ചൂട് കൂടുതലോ മഴയുള്ള സമയമാണെങ്കിൽ പോലും റോഡിൽ നിന്ന് തെന്നി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ ടയറിൻ്റെ കേസ് ചോദിക്കുമ്പോൾ ടയറിന് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം, പഞ്ചറാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്, പഞ്ചറാവുകയാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പിനി ഉണ്ട്, അതെടുത്ത് മാറ്റിയിടാമെന്നുള്ളതാണ്. പക്ഷേ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ മിക്കവാറും കാറ് വാങ്ങുമ്പോൾ സ്റ്റെപ്പിനി എടുത്ത് കാറിനകത്ത് വെച്ചിരിക്കുന്നതായിരിക്കും, ആരും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. പക്ഷേ സ്റ്റെപ്പിനിയും നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിക്കണം യാത്രയ്ക്ക് മുന്നേ. കാരണം മിക്കവാറും അതിൽ പ്രഷർ കാണില്ല, എയർ പ്രഷർ കാണില്ല. അപ്പോൾ കറക്റ്റായിട്ട് അതിന് എയർ പ്രഷർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ ഈ സ്റ്റെപ്പിനി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മുടെ കാറിലുണ്ടോ എന്നുള്ളതും നിങ്ങൾ ബോണറ്റ് തുറന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ബോണറ്റ് തുറക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ താഴെ ഒരു ക്ലിപ്പുണ്ട്. ആ ലിവർ ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് നമുക്കിത് മുകളിലോട്ട് പൊക്കിയിട്ട് എന്നിട്ട് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. ഇതറിയാലോ, എൻജിൻ ബാക്കി പാർട്ടുകളൊക്കെ എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വിൻഷീൽഡിലോട്ട് വെള്ളം വരുന്ന നോബാണ്. ഇതിൽ നിറയെ വെള്ളം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. കാരണം നമുക്ക് അല്ലെങ്കിൽ ഈ വൈപ്പർ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യത്തില്ല. നമുക്ക് നല്ല രീതിയിൽ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ വൈപ്പർ നല്ല രീതിയിൽ വൈപ്പർ വെച്ചിട്ട് നമുക്ക് വിൻഷീൽഡ് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് കൂളൻ്റ് ബോക്സാണിത്. ഇതിനകത്ത് മാക്സിമം മിനിമം ലെവലുണ്ട്. അപ്പം കറക്റ്റായിട്ട് കൂളൻ്റ് കറക്റ്റ് ലെവലാണോ എന്നുള്ളത് യാത്രയ്ക്ക് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ കൂളൻ്റ് എന്തിനാണെന്ന് അറിയാമല്ലോ, നമ്മുടെ എൻജിൻ എപ്പോഴും നല്ല ചൂടായിട്ട് നിൽക്കുകയായിരിക്കും, നല്ല ലോങ് ഓട്ടമാണെങ്കിൽ. അപ്പം എൻജിനെ തണുപ്പിക്കുന്നത് ഈ കൂളൻ്റ് വെച്ചിട്ടാണ്. അപ്പം ആ ലെവലിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നൊന്നുള്ളത് നമ്മുടെ ബാറ്ററിയാണ്. ബാറ്ററിക്ക് കറക്റ്റ് പവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എൻജിൻ ഓയിൽ കറക്റ്റായിട്ടുണ്ടോ എന്നുള്ളത്. നമുക്കറിയാമല്ലോ, ഒരു എൻജിൻ പ്രവർത്തിക്കണമെങ്കിൽ ഏറ്റവും മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ് എൻജിൻ ഓയിൽ. അപ്പം അത് കറക്റ്റായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻജിൻ പിസ്റ്റണൊക്കെ പിടിച്ച് നമ്മുടെ വണ്ടി ഡാമേജ് ആവും. ഇതാണ് ആ നോബ്. ഇത് ഊരിയിട്ട് അതിൻ്റെ ലെവൽ എത്രയാണെന്ന് നോക്കുക. കണ്ടോ ഇത്. അതുപോലെ തന്നെ ഇത് തൊട്ട് നോക്കിയാൽ ഇത് ബ്ലാക്ക് ആണോ, ഓയിൽ നല്ല രീതിയിലാണോ, ഡാമേജ്ഡ് ആണോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പം രാവിലെ വണ്ടി എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളോട്. ഒന്ന്, നമ്മുടെ വാഹനത്തിന് ചുറ്റും ഒന്ന് നടന്ന് നോക്കുക. അതിനകത്ത് എന്തെങ്കിലും ഓബ്സ്റ്റക്കിൾസ് വല്ലതും വെളിയിൽ വരുന്നുണ്ടോ. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ചില ചെറിയ കളിപ്പാട്ടങ്ങൾ, ചെറിയ കല്ലുകളൊക്കെ ടയറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കിടക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. അതില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ വണ്ടി രാവിലെ എടുക്കാവുള്ളൂ. പിന്നെ പ്രധാനമായിട്ട് കാരണം നമ്മൾ ഇതിൻ്റെ അടിഭാഗം ഒന്ന് ചെക്ക് ചെയ്യുക. ഓയിൽ ലീക്ക് വല്ലതും ഉണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ കാണും മിക്കവാറും വെള്ളം പോലെ വീണ് കിടക്കുന്നത്. അത് നമ്മുടെ AC-യുടെ നോർമൽ വാട്ടറാണ്, അതെന്തായാലും വരും. അതല്ലാതെ കട്ടിക്ക് കളറിൽ ഓയിൽ ലീക്ക് വല്ലതും ഉണ്ടോ, എൻജിൻ ഓയിൽ ലീക്ക് വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ഈ ഭാഗത്ത് നമുക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും, താഴെ വീണ് കിടക്കുന്ന അടിഭാഗത്തായിട്ട്. അപ്പം അത് നോക്കുക. എന്നിട്ട് അതില്ലെന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങൾ വണ്ടി എടുക്കാൻ. ഇനി നമ്മൾ വണ്ടിക്ക് അകത്ത് കയറിയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അത് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഒന്ന്, നമ്മൾ ഇനിഷ്യലി വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോൾ നമ്മുടെ ഈ ഡാഷ്ബോർഡിൽ നമുക്ക് കുറേ ലൈറ്റ്സ് കാണാം, വാർണിംഗ് ലൈറ്റ്സ്. അപ്പം ചിലത് ഇത് ഓൺ ആക്കുമ്പോൾ ഇതിങ്ങനെ കാണും. അത് കഴിഞ്ഞ് വണ്ടി ഓണായി വന്നു കഴിയുമ്പോഴത്തേക്ക് അത് കുറേ എണ്ണം ഓഫായി പോവുകയും ചെയ്യും. നിങ്ങൾ നോക്കിക്കേ, ഇതിപ്പോൾ ഈ ഡാഷ്ബോർഡ് ഓഫായി കിടക്കുകയാണ്. ഞാനിപ്പോൾ വണ്ടിയിൽ കയറി, പുഷ് ബട്ടണാണ്, നമ്മൾ ബട്ടൺ വെച്ചു സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ കുറേ ലൈറ്റ്സുകൾ കത്തും.
അത് കഴിഞ്ഞ് ഓണായി വരുന്നതനുസരിച്ചിട്ട് കുറേ എണ്ണം ഓഫായി പോകും. ഇപ്പം നമുക്കുള്ളത് ഹാൻഡ് ബ്രേക്ക് കിടക്കുന്നതും സീറ്റ് ബെൽറ്റിൻ്റെതും മാത്രമേ ഉള്ളൂ. കണ്ടല്ലോ, ആ 2 ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഈ ലൈറ്റ്സ് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാനുള്ള പിന്നീട് ഞാനൊരു വീഡിയോ ചെയ്യാം. പക്ഷേ ഇതിന് കാരണം കുറേ ബേസിക് കാര്യങ്ങൾ ഞാൻ നേരത്തെ ചില വീഡിയോകളായിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ഈ ലൈറ്റ്സ് നോക്കുക. ഇതിനകത്ത് ചില സമയത്ത് എൻജിൻ ഓയിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള കുറേ ലൈറ്റ്സുകൾ കാണിക്കും, ബാറ്ററിയുടെ അതൊക്കെ കാണിക്കും. അപ്പം ഇതൊന്നും നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. ഇതെല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ രാവിലെ കയറി ഈ വണ്ടി സ്റ്റാർട്ടായിട്ട് നിങ്ങൾ ഉടനെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വണ്ടി മൂവ് ചെയ്യരുത്. കുറച്ച് നേരം ഇത് ഓണാക്കിയിട്ട്, എന്ന് വെച്ചാൽ എന്തിനാണെന്നറിയാവോ, നമ്മുടെ എൻജിനിലോട്ടുള്ള ഓയിൽ കറക്റ്റായിട്ട് ഒന്ന് റണ്ണായി വരണം. അതിന് കുറച്ച് സമയമെടുക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ വീണ്ടും ആക്സിലേറ്റർ കൊടുത്ത് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എൻജിൻ കംപ്ലൈൻറ്റിലോട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ, നമുക്കറിയാമല്ലോ എൻജിൻ ഓയിൽ കറക്റ്റ് സ്ഥലത്ത് എത്തിയെങ്കിൽ മാത്രമേ സ്മൂത്തായിട്ട് എൻജിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം നമ്മൾ എന്തായാലും കൊടുക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് നമ്മുടെ ഈ AC ഇപ്പുറത്തായിട്ടുള്ള എയർ റീസർക്കുലേഷൻ നോബാണിത്. ഇത് ഓൺ ആണോ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഓണാണ്, ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതെന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അകത്തുള്ള എയർ തന്നെ സർക്കുലേറ്റ് ചെയ്ത് ഫ്രഷ് ആയിക്കൊണ്ടേയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഓണാക്കിയിരുന്നത്. അപ്പോൾ നമുക്ക് ഉച്ച സമയത്ത് അല്ലെ പൊടിപടലങ്ങളുള്ള സമയത്ത് ഒക്കെ ചെറിയ യാത്രകളൊക്കെ ആണെങ്കിൽ നമ്മളിത് എപ്പോഴും ഇത് ഓണാക്കിയിട്ട് വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള പൊടികൾ അകത്തോട്ട് കയറുകയും ബാഡ് സ്മെല്ലൊക്കെ ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പം ഇത് എപ്പോഴും ഓണാക്കി ഇടണം. പിന്നെ ഇത് ഓഫ് ആക്കേണ്ട 1-2 കേസുണ്ട്. അതെന്താന്ന് വെച്ചാൽ, നമ്മൾ ലോങ് യാത്രകൾ പോവുകയാണ്. ലോങ് യാത്രകൾ പോകുമ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ഈ അകത്തുള്ള എയർ ചൂടായി അത് തന്നെയാണ് റീസർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ച് ഫ്രഷ് എയർ വേണം. അങ്ങനെയുള്ള സമയത്ത് നമ്മളിത് ഓഫാക്കി ഇടണം. അപ്പം നമുക്ക് നല്ല കുറച്ച് എയർ കിട്ടും. പിന്നെ രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മഴ സമയത്തൊക്കെയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, മിക്കവാറും ഈ വിൻഷീൽഡ് കയറി മഞ്ഞ് പിടിക്കുന്ന പോലെ മൊത്തം പുകപടലമായിരിക്കും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിയിൽ നിന്നുള്ള എയർ അകത്ത് കയറണം. ആ സമയത്ത് നമ്മളിത് ഓഫ് ചെയ്യണം. അപ്പോൾ ഇത് 2 കേസുകളിലാണ് സാധാരണ ഈ റീസർക്കുലേഷൻ നോബ് നമ്മൾ ഓഫാക്കി വെക്കുന്നത്. യാത്ര തുടങ്ങുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാന കാര്യമുണ്ട്. എന്താണെന്നറിയോ, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത്. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, വണ്ടിയുടെ RC, ഇൻഷുറൻസ്, ഇതൊക്കെ കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ഹാർഡ് കോപ്പി ആയിട്ട് എടുത്ത് വെക്കുകയാണ് പണ്ടേ തൊട്ട് നമ്മളെല്ലാവരും ചെയ്തു വരുന്നൊരു ശീലം. പക്ഷെ ഇപ്പോൾ അതിനും നമുക്ക് മാർഗ്ഗങ്ങളുണ്ട്. നമ്മുടെ പരിവാഹൻ എന്ന് പറയുന്നതും പിന്നെ ഡിജി ലോക്കർ എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ. ഇപ്പോൾ ഈ 2 എണ്ണത്തിനകത്ത് നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി ആയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം, RC ഒക്കെ സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് ഇപ്പോൾ സപ്പോസ് നമ്മൾ ഹാർഡ് കോപ്പി മറന്നു പോയാലും ശരി, ഇത് കാണിച്ചാൽ നമുക്ക് ഫൈൻ ഇല്ലാതെ ഇന്ത്യയിൽ എവിടെ വേണേലും വണ്ടി സുഖമായിട്ട് ഓടിക്കാൻ പറ്റും. അപ്പം അത് നോക്കണം. ഈ ഡിജി ലോക്കർ എന്ന് പറഞ്ഞത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആപ്പാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് കാണിക്കാം. പിന്നെ ചില സമയത്ത് ഇപ്പോൾ ഫോണിന് ബാറ്ററി ഇല്ലെങ്കിലോ അല്ലെങ്കിൽ റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർഡ് കോപ്പി വെക്കുന്നതിനായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ യാത്ര തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കറക്റ്റായിട്ട് പെട്രോളൊക്കെ ഉണ്ടോ, ഫ്യൂവലൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത്. ഫ്യൂൽ ടാങ്ക്, ഈ വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് എവിടെയാണ് അറിയുന്നതെന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ ഒരു ഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വേണ്ട ഈ ഭാഗത്ത് കണ്ടല്ലോ, വേണ്ട ഈ കാണുന്ന ഇതാണ് ഫ്യൂൽ ടാങ്കിൻ്റെ സിമ്പല്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ആരോ നിങ്ങൾ കാണുന്നെന്ന് തോന്നുന്നു. ആ ആരോ സൂചിപ്പിക്കുന്നത് ഈ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ ടാങ്ക് എന്നാണ്. ആ ആരോ ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ടാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ വണ്ടിയുടെ ടാങ്ക് റൈറ്റ് സൈഡിലാണെന്നാണ്. പിന്നെ നമ്മൾ യാത്ര തുടങ്ങുന്നതിന് മുന്നേ നമ്മളെ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് നമ്മുടെ മിറേഴ്സ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇത് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം 2 സൈഡിലെ മിറർ, റിയർ വ്യൂ മിററും കറക്റ്റായിട്ട് പൊസിഷനിലാണോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ബ്രേക്കൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ അതിന് മുന്നേ ഒന്ന് ചെറുതായിട്ട് ചവിട്ടി നോക്കുക. കാരണം ഇത് ചവിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്മൂത്തായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഗ്രിപ്പ് കുറവാണെന്നാണ്. അപ്പം അതൊന്ന് ചെക്ക് ചെയ്യുക. എല്ലാ 3 ഇതിൻ്റെയും നോക്കുക. ആക്സിലേറ്ററിൻ്റെയും ക്ലച്ചിൻ്റെയും ബ്രേക്കും കറക്റ്റായിട്ട് തന്നെ ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. മിറർ കറക്റ്റായിട്ട് നോക്കുക.
പിന്നെ ലൈറ്റ്സ്, നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് അല്ലെങ്കിൽ ബ്രേക്ക് ലൈറ്റ്സ്, ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റ്സ്, ഇതൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. അപ്പം നിങ്ങൾ ഇപ്പോൾ തുടക്കക്കാരാണെങ്കിൽ, പ്രത്യേകിച്ച് ലേഡീസ് ആണെങ്കിൽ, ഇപ്പോൾ ഈ പറയുന്ന വേർഡ്സ് ഒന്നും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ഇത് റിയർ മിറേഴ്സ്, റിയർ വ്യൂ മിറർ ഏതാണ്. അപ്പോൾ ഇതറിയാൻ വേണ്ടി ഞാൻ ബേസിക് പാർട്സ് ചേർത്തിട്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി. നമുക്കൊരു കാറിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ കിട്ടും. അകത്തുള്ള ഏതൊക്കെ പാർട്ടാണ്, അതിൻ്റെയൊക്കെ പേരെന്താണ്, എങ്ങനെയാണ് പറയുന്നതെന്ന്. എനിക്ക് പണ്ട് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ആൺകുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവർ കാരണം ഈ മേഖലയിൽ അവർ കുറച്ചുകൂടെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയാണ്. ലേഡീസിനെ സംബന്ധിച്ച് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, എല്ലാവർക്കും പെട്ടെന്ന് അറിയണമെന്നില്ല. എനിക്ക് വലുതായിട്ട് അറിയില്ലായിരുന്നു. ഞാനിങ്ങനെ ഈ വണ്ടി ഓടിച്ച് തുടങ്ങിയപ്പം കുറേശ്ശെയായിട്ട് പഠിച്ചെടുത്തതാണ്. അപ്പോൾ അതൊന്ന് കുറച്ചറിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ, ഇപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു അറിവ് നമുക്കുള്ളത് നല്ലതാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഒരു ഷോർട്ടിലാക്കി ഞാൻ പറഞ്ഞതാണ്. നിങ്ങളിലെ കുറേ പേർക്കെങ്കിലും അത് ഉപകാരമാകുമെന്ന് കരുതുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കുറച്ച് ഉപകാരപ്രദമാകുന്ന വേറൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ, ബൈ.